ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ സ്കോർ കാർഡ് ആൻഡ് സെക്കൻഡ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ്. ഇപ്പോൾ സ്കോർ കാർഡ് ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. സ്കോർ കാർഡ് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അവൈലബിൾ ആണ്. LBS സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ഈ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ സ്കോർ കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി സെക്കൻഡ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ജസ്റ്റ് നിങ്ങൾ സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സൈഡിൽ തന്നെ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലോട്ട് ആയേക്കുന്ന കോളേജിന്റെ നെയിം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഇത് ട്രയൽ അലോട്ട്മെന്റ് ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റൂല. ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ അലോട്ട്മെന്റിൽ കിട്ടാൻ ചാൻസ് ഉള്ള കോളേജ് ഏതാണോ അതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ ഈ സെയിം കോളേജ് തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് ഹയർ ഓപ്ഷൻസിലുള്ള കോളേജ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് വൺ മോർ തിങ് ഇസ്, ഇപ്പം നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് വന്നു. അപ്പം നിങ്ങൾക്ക് ഏത് കോളേജ് ആയിരിക്കും കിട്ടുന്നതെന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ആൻഡ് ആ കോളേജ് ഓർ അതിന് ടോപ്പിലുള്ള കോളേജസ് ആയിരിക്കും നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോളേജ് നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഒരു പുതിയ കോളേജ് ആഡ് ആക്കാനും പറ്റും. സോ ഇത് നിങ്ങൾക്ക് 31st വരെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ 31st വരെ ചെയ്യാം. ആൻഡ് ഓൾസോ കുറച്ച് സ്റ്റുഡൻസ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷന് കോളേജ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ആൻഡ് ചിലർ കൊടുത്തിട്ട് സബ്മിറ്റ് ബട്ടൺ കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ അവർക്കൊന്നും ട്രയൽ അലോട്ട്മെന്റിൽ പേര് വന്നിട്ടില്ല. സോ നിങ്ങൾക്കും ഇപ്പോൾ കോളേജ് ലിസ്റ്റ് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് കോളേജ് ഓപ്ഷൻസിൽ പോയിട്ട് കോളേജസ് ആഡ് ആക്കി കൊടുക്കാം. ആൻഡ് കുറച്ച് സ്റ്റുഡൻസിന് ട്രയൽ അലോട്ട്മെന്റിൽ കോളേജസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇറ്റ് മീൻസ് അവരുടെ റാങ്കിന് ഇപ്പോൾ വച്ചേക്കുന്ന കോളേജിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. സോ ഇഫ് യു വാണ്ട് നിങ്ങൾക്ക് പുതിയ കോളേജിന്റെ ലിസ്റ്റ് ആഡ് ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഈ ലിസ്റ്റ് വെച്ചിട്ട് തന്നെ വെയിറ്റ് ചെയ്താലും മതി. നെക്സ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാം 50-50 ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയേക്കുന്ന കോളേജ് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഹയർ ഓപ്ഷൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ 31st വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, റീഅറേഞ്ചും ചെയ്യാം, ഡിലീറ്റും ചെയ്യാം, പുതിയ കോളേജിന്റെ ലിസ്റ്റും ആഡ് ആക്കാം. ഇത് ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ മസ്റ്റ് ആയിട്ട് കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ കൊടുത്തിട്ടില്ല എങ്കിൽ സേവ് ആവത്തില്ല. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 31st ആണ്. LBS സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെന്റിന്റെ ലിസ്റ്റ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജിന്റെ പേര് കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. എത്ര പേർക്കാണ് ആ കോളേജ് കിട്ടിയേക്കുന്നത്, പിന്നെ അവരുടെ റാങ്ക്സ്, ഇങ്ങനെ എല്ലാം തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഞാനിപ്പോൾ ABR കോളേജാണ് സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവിടെ കിട്ടിയ സ്റ്റുഡൻസിന്റെ ലിസ്റ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഇതേപോലെ നിങ്ങൾക്ക് ഏത് കോളേജ് വേണമെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ CET ആണ് സെർച്ച് ചെയ്യുന്നത്. ഇതിൽ ടോട്ടൽ 58 സ്റ്റുഡൻസിനാണ് ട്രയൽ അലോട്ട്മെന്റിൽ CET കിട്ടിയേക്കുന്നത്. ആൻഡ് വി ഓൾ നോ ഗവൺമെന്റ് കോളേജസ് ആണെങ്കിൽ 50% സ്റ്റേറ്റ് മെറിറ്റും 50% റിസർവേഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് 30 സ്റ്റുഡൻസിന് ഫുള്ളായിട്ട് പ്യുവർ ആയിട്ട് റാങ്ക് ബേസ്ഡ് ആയിരിക്കും കോളേജ് അലോട്ട് ആയേക്കുന്നത്. ബാക്കി 30 സ്റ്റുഡൻസിന് റിസർവേഷൻ ബേസ്ഡ് ആയിരിക്കും അലോട്ട് ആയേക്കുന്നത്. അതുകൊണ്ടായിരിക്കും നിങ്ങളെക്കാളും റാങ്ക് കുറവായിട്ടുള്ള സ്റ്റുഡൻസിനും ഇത് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടൽ 29 വരെയാണ് സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയേക്കുന്നത്. ബാക്കി ഫുള്ളും റിസർവേഷൻ ആണ്. ഇതേപോലെയാണ് എല്ലാ കോളേജസിലും സ്റ്റേറ്റ് മെറിറ്റും കാണും, റിസർവേഷനും കാണും. ആൻഡ് അത് റിസർവേഷൻ അവർ ഡിവൈഡ് ചെയ്തേക്കുന്നത് സ്റ്റാൻഡേർഡ് ഇത് വെച്ചിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ SCBC ആണെങ്കിൽ അവർക്ക് 10%, EWS ആണെങ്കിൽ അവർക്ക് 7%, ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇതെല്ലാം ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജിന്റെ പേര് വെച്ച് സെർച്ച് ചെയ്ത് നോക്കാം, നിങ്ങൾക്കപ്പോൾ കിട്ടും. ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക്